Hello dear students and parents, welcome back to Test Europe EduNet and PMTV Study in Europe. I am Dr. Titi Varghese, official educational consultant for Indian students who study in Lithuanian public and private universities. This video is going to be in Malayalam language. Dear students and parents, I am Dr. Titi Varghese, official educational consultant. Indian students nu vendi Lithuanian public allengile private universities like പഠിക്കുവാനായിട്ടുള്ള official educational consultant ആണ്. വർഷങ്ങളായിട്ട് നമ്മൾ ഈ പ്രോസസ്സ് കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അപ്പം ദയവായിട്ട് ശ്രദ്ധിക്കുക. PMTV സ്റ്റഡി ഇൻ യൂറോപ്പും ടെസ്റ്റ് യൂറോപ്പ് എഡ്യൂനെറ്റ് എന്ന് പറയുന്ന രണ്ട് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, രണ്ട് യൂട്യൂബ് ചാനലുണ്ട്. ഇത് രണ്ടും നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വർഷങ്ങളായിട്ട് ഇവിടെ വന്നിട്ടുള്ള എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഇൻ്റർവ്യൂസും ടെസ്റ്റിമോണിയൽസും അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള ഡയറക്റ്റ് ഇൻ്റർവ്യൂസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. 2026 സെപ്റ്റംബർ 1 മുതൽ ലിത്വേനിയയിലെ പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലേക്ക് അഡ്മിഷൻ ബാച്ചിലേഴ്സിനും മാസ്റ്റേഴ്സിനും നിങ്ങൾ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇന്ന് നവംബർ 30, 2025 പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏപ്രിൽ 1, 2026 മെയ് 1, 2026 മിക്ക യൂണിവേഴ്സിറ്റികൾക്കും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഡെഡ്ലൈൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിനു മുമ്പേ ആപ്ലിക്കേഷൻ കൊടുക്കുക. പ്ലസ് ടുവിൻ്റെ എക്സാം ഇപ്പോൾ എഴുതാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ പ്രെഡിക്റ്റഡ് സ്കോർ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും, എസ്പെഷ്യലി CBSE സ്റ്റുഡൻസ് ആണ് എങ്കിൽ. അതോടൊപ്പം തന്നെ ബാച്ചിലേഴ്സിൻ്റെ ലാസ്റ്റ് സെമസ്റ്റർ എഴുതാനായിട്ട് പോകുന്ന കുട്ടികളാണ് എങ്കിലും നിങ്ങൾക്ക് സോഫാർ ഉള്ള ഗ്രേഡ് വെച്ച് നമുക്ക് ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. റിസൾട്ട് വന്ന് ഫൈനൽ സർട്ടിഫിക്കറ്റ് കൈ കിട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കത് വേണ്ട ഡോക്യുമെൻറ്റേഷൻ ചെയ്തിട്ട് നിങ്ങളുടെ TRPയിലേക്ക് പോകാൻ പറ്റും. മിനിമം 7 to 8 months ടൈം ഇപ്പോൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ യൂണിവേഴ്സിറ്റികളും അവരുടെ ആപ്ലിക്കേഷൻ പോലും നവംബർ മാസം തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഡൽഹി VFSലൊക്കെ ഡേറ്റ് കിട്ടാനായിട്ട് അവസാന സമയത്തേക്ക് നിങ്ങൾ വെക്കുകയാണെങ്കിൽ നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും. 7 to 8 months ആണ് ഇപ്പോൾ TRP പ്രോസസ്സിന് വേണ്ടി എടുക്കുന്നത്. TRP എന്ന് പറയുന്നത് ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് ആണ്. അത് 2 വർഷത്തേക്കാണ് ഒരു സ്റ്റുഡൻറ്റിന് ഇനീഷ്യലി ഇഷ്യൂ ചെയ്യുന്നത്. ഫെബ്രുവരി 2026 ലിത്വേനിയൻ യൂണിവേഴ്സിറ്റീസിലേക്ക് പഠിക്കാനായിട്ടുള്ള എൻ്റെ കുട്ടികൾക്ക് ഓൾറെഡി ഇപ്പം തന്നെ പോസിറ്റീവായിട്ട് TRP ഡിസിഷൻ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങൾ ആ പ്രോസസ്സൊക്കെ നേരത്തെ തുടങ്ങിയത് കൊണ്ടാണ്. അപ്പോൾ അവസാന നിമിഷത്തേക്ക് നിങ്ങൾ വെക്കാൻ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഇരിക്കാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ശ്രദ്ധിക്കുക. ഒക്ടോബർ ആയാലും നവംബർ ആയാലും നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റത്തില്ല. പിന്നെ നിങ്ങളുടെ ഈ അഡ്മിഷന് അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യേണ്ടി വരും? പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരും. ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോഴേ തന്നെ ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക, കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ലിത്വേനിയയ്ക്ക് തേർഡ് പാർട്ടി അലൗഡ് അല്ല. അത് അങ്ങനെയുള്ള സ്റ്റുഡൻസിനൊക്കെയും ഈ പറയുന്ന പോലെ നെഗറ്റീവ് ഡിസിഷൻസ് വരുന്നുണ്ട്. അതാരും പുറത്ത് പറയത്തില്ല. അപ്പം ഞങ്ങൾ ഒരിക്കലും അത് ചെയ്യില്ല. ദയവേത് നിങ്ങൾ നാട്ടിലിരിക്കുന്ന സ്റ്റുഡൻസും പേരൻസും ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഓർക്കുക. കറക്റ്റായിട്ട് സോഴ്സൊക്കെ കാണിച്ച് നിങ്ങൾ ആ കറക്റ്റ് മോട്ടിവേഷനിൽ വേണം വരാനായിട്ട്. 40 മണിക്കൂർ ലീഗലി ലിത്വേനിയയിലെ ഒരു സ്റ്റുഡൻസിന് പാർട്ട് ടൈം ജോലി ചെയ്യാൻ 40 മണിക്കൂർ പെർ വീക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു രാജ്യം ഇത്. അതോടൊപ്പം തന്നെ ജനുവരി 2026 മുതൽ വിവിധ തരത്തിലുള്ള റെഗുലേഷൻസ് മാറുന്നുണ്ട് ഈ പാർട്ട് ടൈമുമായിട്ട് ബന്ധപ്പെടുത്തി. അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് മിനിമം ഒരു ലിത്വേനിയൻ ലാംഗ്വേജ് ഒക്കെ അറിഞ്ഞിരിക്കണം. ഇവിടെ എന്തെങ്കിലും വോൾട്ടോ അങ്ങനെ ടാക്സി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ, ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ പാർട്ട് ടൈം ജോലിനെ അധികം അങ്ങനെ പ്രൊമോഷൻ കൊടുക്കാറില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെ അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഡിസിഷൻസ് ആണ്. 2026 സെപ്റ്റംബർ 1 ക്ലാസ് തുടങ്ങും. അപ്പം നിങ്ങളൊരു ഓഗസ്റ്റ് മാസമെങ്കിലും ഇവിടെ എത്തണം. ഞാൻ ഒഫീഷ്യൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റ് ആണ് ഇന്ത്യൻ സ്റ്റുഡൻസിന് വർഷങ്ങളായിട്ട്. അപ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ നിന്നുള്ള കുട്ടികൾക്കും അതേപോലെ തന്നെ നമ്മളുടെ കുട്ടികൾ GCC കൺട്രീസിൽ നിന്നോ അതല്ലെങ്കിൽ ഗൾഫ് റീജിയനിൽ നിന്നോ UK ന്നോ കാനഡയിൽ നിന്നോ ഓസ്ട്രേലിയയിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ നാഷണൽ ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഒഫീഷ്യൽ കൺസൾട്ടൻ്റ് ആയതുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇൻസ്റ്റഗ്രാം പേജ് PMTV സ്റ്റഡി ഇൻ യൂറോപ്പും ടെസ്റ്റ് യൂറോപ്പ് എഡ്യൂനെറ്റും നിങ്ങൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്യുക. പണ്ട് തൊട്ടേയുള്ള യൂണിവേഴ്സിറ്റികളുടെ ഇൻ്റർവ്യൂസും എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഇൻ്റർവ്യൂസും നിങ്ങൾ കാണുക. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലിത്വേനിയയിലെ തന്നെ ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി, പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് വിൽനിയസ് യൂണിവേഴ്സിറ്റി. വിൽനിയസ് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സിൻ്റെ അഡ്മിഷൻ തുടങ്ങി. ബാച്ചിലേഴ്സിൻ്റെ ഇതും തുടങ്ങി. ബാച്ചിലേഴ്സിൻ്റെ ഡീറ്റെയിൽ ഞാൻ നേരത്തെ എപ്പിസോഡ് തന്നിട്ടുണ്ട്. മാസ്റ്റേഴ്സിൻ്റെ അഡ്മിഷൻ തുടങ്ങി. വിൽനിയസ് യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴത്തെ റാങ്കിങ് എന്ന് പറയുന്നത് 446ാമത്തെ റാങ്കിങ് ആണ് കേട്ടോ. 446 ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ ദ വേൾഡ്. അവരുടെ വെബ്സൈറ്റിൽ അത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുക. ബാച്ചിലേഴ്സ് ആണെങ്കിലും മാസ്റ്റേഴ്സ് ആണെങ്കിലും മിനിമം ഒരു 62-63% മാർക്കൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. ജെനുവിൻ സ്റ്റുഡൻ്റ് ആയിരിക്കണം. സ്റ്റഡി പർപ്പസ് ആയിരിക്കണം നിങ്ങളുടെ പ്രൈമറി മോട്ടീവ്. മാസ്റ്റേഴ്സിൻ്റെ ഏതൊക്കെ പ്രോഗ്രാംസ് ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാം. 4 വർഷത്തെ ഡിഗ്രി മാൻഡേറ്ററി ആണ്. നിങ്ങൾക്ക് ബാച്ചിലേഴ്സിന്
3 വർഷമേ ഉള്ളെങ്കിൽ നമുക്ക് അതനുസരിച്ച് കൊടുക്കാൻ പറ്റുന്ന മറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷേ വിൽനിയസ് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് 4 വർഷത്തെ ഡിഗ്രി മിനിമം ചോദിക്കുന്നുണ്ട്. ജോയിൻറ്റ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഉണ്ട് യൂറോപ്യൻ സ്റ്റഡീസിൽ. അത് ഈ BA ഹിസ്റ്ററി അല്ലെ പൊളിറ്റിക്കൽ സയൻസ്, ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ പഠിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. അടുത്തത് മാസ്റ്റേഴ്സിൻ്റെ ആർട്സ് മാനേജ്മെൻറ്റ്, മാസ്റ്റേഴ്സ് ഇൻ ബാൾട്ടിക് ലിംഗ്വിസ്റ്റിക്സ്, മാസ്റ്റേഴ്സ് ബയോകെമിസ്ട്രി. ഇപ്പോൾ നാട്ടിൽ ബയോകെമിസ്ട്രി പഠിച്ച ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റും. ഫിസിക്സ് പഠിച്ച ആളുകൾക്ക് നമുക്കിവിടെ ബയോഫിസിക്സ് ഉണ്ട്. പിന്നെ MBA പ്രോഗ്രാംസ് ഒരുപാടുണ്ട്. ബിസിനസ് പ്രോസസ് മാനേജ്മെൻറ്റ്, എൻ്റെ സ്റ്റുഡൻസ് ബിസിനസ് പ്രോസസ് മാനേജ്മെൻറ്റ് എനിക്ക് തോന്നുന്നു അവരത് പാസ് ഔട്ട് ആയി ഓൾറെഡി. അടുത്തതായി കരിയർ എഡ്യൂക്കേഷൻ ഉണ്ട്, കെമിക്കൽ ഫിസിക്സ് ഉണ്ട്, കമ്പ്യൂട്ടർ മോഡലിംഗ്. BTech കഴിഞ്ഞ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന പ്രോഗ്രാമാണ് കമ്പ്യൂട്ടർ മോഡലിംഗ്. ഡേറ്റാ സയൻസ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. DTech ഓൺടർപ്രണർഷിപ്പ് ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. മാസ്റ്റേഴ്സ് ഇൻ ഈസ്റ്റേൺ യൂറോപ്യൻ ആൻഡ് റഷ്യൻ സ്റ്റഡീസ്. ഈ പ്രോഗ്രാം ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. ഇനി ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. നാട്ടിൽ BTech ഇലക്ട്രോണിക്സ് പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന പ്രോഗ്രാമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ. ഇംഗ്ലീഷ് സ്റ്റഡീസ് ഉണ്ട്, ഫിനാൻസ് ആൻഡ് ബാങ്കിങ്. അപ്പോൾ നാട്ടിലെ BCom കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന പ്രോഗ്രാമാണ് മാസ്റ്റേഴ്സിൻ്റെ ഫിനാൻസ് ആൻഡ് ബാങ്കിങ്. എഗെയിൻ 4 വർഷത്തെ ഡിഗ്രി മാൻഡേറ്ററി ആണ്. ഫിനാൻഷ്യൽ ആൻഡ് ആക്ച്വറൽ മാത്തമാറ്റിക്സ് ഉണ്ട്. അടുത്തത് ജെനറ്റിക്സ് ഉണ്ട്, ജിയോളജി ഉണ്ട്, ഗ്ലോബൽ ബിസിനസ് ആൻഡ് ഇക്കണോമിക്സ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഉണ്ട്, ഇൻഫർമാറ്റിക്സ്. അത് BTech നമ്മുടെ IT പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഉള്ള പ്രോഗ്രാമാണ് മാസ്റ്റേഴ്സ് ഇൻ ഇൻഫർമാറ്റിക്സ്. അടുത്തത് ഇൻ്റർനാഷണൽ ആൻഡ് യൂറോപ്യൻ ലോ. നാട്ടിൽ നിന്ന് LLB പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന പ്രോഗ്രാമാണ് മാസ്റ്റേഴ്സ് ഇൻ ഇൻ്റർനാഷണൽ ആൻഡ് യൂറോപ്യൻ ലോയ. പിന്നെ ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റ് ഉണ്ട്, ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇൻ്റർനാഷണൽ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ഉണ്ട്, ലാംഗ്വേജ് ആൻഡ് കൾച്ചർ ഓഫ് നോർഡിക് ആൻഡ് ബാൾട്ടിക് സീ റീജിയൻ ഉണ്ട്, മാർക്കറ്റിംഗ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻ, മാത്തമാറ്റിക്സ്. BSc മാത്തമാറ്റിക്സ് 4 വർഷമൊക്കെ കഴിഞ്ഞ കുട്ടികളുണ്ട്, ഈ മാത്തമാറ്റിക്സ് ചെയ്യാം. മോളിക്കുലാർ ബയോളജി നാട്ടിൽ നിന്ന് ചെയ്തവർക്ക് മാസ്റ്റേഴ്സിൻ്റെ മോളിക്കുലാർ ബയോളജി ഉണ്ട്, മോളിക്കുലാർ ബയോടെക്നോളജി ഉണ്ട്, നാനോ കെമിസ്ട്രി ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ഉണ്ട്, നാച്ചുറൽ സിസ്റ്റം മാനേജ്മെൻറ്റ് ഉണ്ട്, ന്യൂറോ ബയോളജി, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി. ആരോ എന്നോട് ചോദിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ഫാർമസി കഴിഞ്ഞ കുട്ടികൾ. അപ്പം നിങ്ങൾക്ക് മാസ്റ്റേഴ്സിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി നമുക്കിവിടെ ഉണ്ട്. പബ്ലിക് മാനേജ്മെൻറ്റ്, റഷ്യൻ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, MSW പ്രോഗ്രാം നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ദയവായിട്ട് സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക. 4 വർഷത്തെ ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വിൽനിയസ് യൂണിവേഴ്സിറ്റിയിൽ MSW കൊടുക്കാം, ഇല്ലെങ്കിൽ വിറ്റോട്ടസ് മാഗ്നസ് യൂണിവേഴ്സിറ്റി VMEയിൽ കൊടുക്കാം. പിന്നുള്ളത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പം ബാച്ചിലേഴ്സിൻ്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ പിള്ളേർക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മാസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്. സ്ട്രാറ്റജിക് ഇക്കണോമിക്സ്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം, സസ്റ്റൈനബിൾ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, സസ്റ്റൈനബിൾ ഫിനാൻഷ്യൽ ഇക്കണോമിക്സ്, സിസ്റ്റം ബയോളജി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തുള്ളത് വിൽനിയസ് യൂണിവേഴ്സിറ്റി. ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റി വിൽനിയസ് എന്ന് പറയുന്നത് ലിത്വേനിയയുടെ ക്യാപിറ്റലാണ്. നമ്മളൊക്കെ വന്ന് ലാൻഡ് ചെയ്യുന്നത് വിൽനിയസ് എയർപോർട്ടിലാണ്. വിൽനിയസ് എയർപോർട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂറോളം ഡിസ്റ്റൻസ് ആണ് കൗനാസിലേക്കുള്ളത്. കൗനാസിൽ ഒരുപാട് പബ്ലിക് യൂണിവേഴ്സിറ്റി ഉണ്ട്. വിൽനിയസ് എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റി ആകുമ്പോൾ തന്നെ അവിടെ ഒരുപാട് ഈ പറയുന്ന പോലെ ഇൻ്റർനാഷണൽ കമ്പനീസ് ഉണ്ട്. നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഞാൻ പേഴ്സണലി പാർട്ട് ടൈമിനോട് അധികം അങ്ങനെ പ്രൊമോഷൻ കൊടുക്കത്തില്ല. കാര്യം നിങ്ങളുടെ പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡീസാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യുക. സ്റ്റുഡൻസും പേരൻസും ശ്രദ്ധിക്കുക. ബാച്ചിലേഴ്സിനോ മാസ്റ്റേഴ്സിനോ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 2026 ഡെഡ് ലൈൻ മെയ് 1, 2026 വിൽനിയസ് യൂണിവേഴ്സിറ്റിക്ക്. ഇപ്പോഴേ ആപ്ലിക്കേഷൻ തുടങ്ങിയെങ്കിൽ മാത്രമേ ഓഗസ്റ്റ് അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. നാട്ടിൽ നമുക്ക് ബ്രാഞ്ചില്ല, ഞാൻ ഇവിടെയാണ്, ലിത്വേനിയയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് വളരെ ആപ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും. ടെസ്റ്റ് യൂറോപ്പ് എഡ്യൂനെറ്റും PMTV സ്റ്റഡി ഇൻ യൂറോപ്പ് എന്നുള്ള 2 ഇൻസ്റ്റഗ്രാം പേജും 2 യൂട്യൂബ് ചാനലും നിങ്ങൾ ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാം പേജിൽ ഒരുപാട് ഇൻ്റർവ്യൂസ് പണ്ട് തൊട്ടേ ഉള്ളത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുക. വിൽനിയസ് യൂണിവേഴ്സിറ്റി ടോപ്പ് റാങ്ക്ഡ് പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. ഒരുപാട് സ്കോളർഷിപ്സ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് മിക്കവാറും ഞാനൊരു 2 വീക്സിനുള്ളിൽ തന്നെ എനിക്ക് വിൽനിയസ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽസുമായിട്ട് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്നേരം വീണ്ടും ഞങ്ങളത് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുന്നതാണ്. ബാക്കിയുള്ള ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാകും. 2 വർഷത്തെ ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് ആണ് ഇനീഷ്യലി നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിനുശേഷമാണ് നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങളുടെ അടുത്ത 2 വർഷത്തേക്ക് ആക്കുന്നത്.
ബാച്ചിലേഴ്സ് ആണെങ്കിൽ, മാസ്റ്റേഴ്സ് ആണെങ്കിൽ ആദ്യത്തെ 2 വർഷത്തേക്ക് നിങ്ങൾക്ക് കിട്ടും. 2 വർഷമാണ് മാസ്റ്റേഴ്സ്. ചില കോഴ്സ് മാത്രമേ 1.5 വർഷമുള്ളൂ. പിന്നെ 1 വർഷത്തെ സ്റ്റേ ബാക്ക് ഉണ്ട്. ലൈക്ക് ഐ സെഡ് 40 മണിക്കൂർ പെർ വീക്ക് നിങ്ങൾക്ക് ലീഗലി പാർട്ട് ടൈം ചെയ്യാം. ജനുവരി മുതൽ പാർട്ട് ടൈമിൻ്റെ റെഗുലേഷൻ മാറുകയാണ്. ലാംഗ്വേജും കൂടെ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ലാംഗ്വേജ് ഇപ്പോഴേ പഠിക്കാം എന്നൊക്കെ ഉള്ളത് ഞാനും പറഞ്ഞു തരാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് ലാംഗ്വേജൊക്കെ പഠിച്ച് PR ഒക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ടും വേണ്ട ഗൈഡൻസുകളൊക്കെ കറക്റ്റായിട്ട് ഞാൻ തന്നേക്കാം. നിങ്ങൾ സ്റ്റുഡൻസ് ജെനുവിനായിട്ട് സ്റ്റഡി പർപ്പസിനായിട്ട് വേണം കോൺടാക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, താങ്ക് യു ആൻഡ് പ്ലീസ് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റഗ്രാം പേജ് ഫോർ മോർ ഡീറ്റെയിൽസ്. വാട്സപ്പിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. വിഷ്ണു സാറ് സീനിയർ ഓഫീസറാണ്, അതേപോലെ ചെയർമാനാണ്. സാറും വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക വാട്സപ്പിൽ. താങ്ക് യു.